ഏഴാം ക്ലാസ്സിലത്തെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു പാഠഭാഗമാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനെ തുടർന്ന് അവിടുത്തെ തദ്ദേശ ഭരണമൊക്കെ ഒന്ന് ദുർബലപ്പെട്ടു. ആ സമയത്ത് 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് വന്നു. അപ്പോൾ ഇതൊക്കെ ഈ തദ്ദേശ ഭരണമൊക്കെ ഒന്ന് ഉയരാനായിട്ട് സഹായിച്ചിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ 2 കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഒന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത്. ഈ 2 ശുപാർശകളെ പ്രകാരം ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് എവിടെയാണ്? രാജസ്ഥാനിൽ 1959 ഒക്ടോബർ 2 നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. നഗൗർ ജില്ലയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 73, 74 എന്ന് പറയുന്ന 2 ഭേദഗതികൾ വന്നു. അത് 73 പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ പഞ്ചായത്ത് സിസ്റ്റം വന്നു. അതുപോലെ തന്നെ നഗരപാലിക സംവിധാനത്തെ പറ്റി പറയുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 74. ഇതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പൽ കൗൺസിൽ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെ 2ആയി തിരിച്ചു. അപ്പോൾ എന്താണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിലുണ്ട്. അതായത് 73, 74 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകൃത പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ജനകീയ ആസൂത്രണം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോട്ടുകൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.